സർ, യുദ്ധം ഇന്ന് 8-ാം ദിവസമാണ്. പക്ഷേ ഈ യുദ്ധത്തിനിടയിൽ ഒരാളിതാ സോഷ്യൽ മീഡിയ ട്രോളുകളിലൊക്കെ സ്റ്റാർ ആവുകയാണ്. മറ്റാരുമല്ല, ഉത്തര കൊറിയ പ്രസിഡന്റ് കിം ജോങ് ഉൻ ആണ്. തന്റെ കൈവശം എല്ലാ തരത്തിലുള്ള യുദ്ധ സാമഗ്രികളുമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ യുദ്ധത്തിൽ ഇടപെടാനോ ഒരു യുദ്ധം നടത്താനോ കഴിയാതെ പോകുന്ന ഒരു യുദ്ധ കൊതിയന്റെ അവസ്ഥ. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ മീമുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രോളുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇതിന് നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി കിം ജോങ് ഉന്ന് തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, ഇറാനിലൊക്കെ തങ്ങളുടെ ആളുകളുണ്ട്, തങ്ങളുടെ രാജ്യക്കാരുണ്ട്, അവരെ ആരെങ്കിലും തൊട്ടാൽ തൊട്ട രാജ്യം പിന്നെ ഇല്ല എന്നാണ്. കിം ജോങ് ഉന്ന് കൂടി ഈ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഉത്തര കൊറിയ കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ലോകം പിന്നെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇവിടെ കിം ജോങ് ഉൻ രംഗത്ത് വന്നതിന് നീതു ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമല്ല ഉള്ളത്. അദ്ദേഹം ഈ രണ്ട് ആട്ടുമുട്ടന്മാര് കൂട്ടിയിടിക്കുമ്പോ ചോര കുടിക്കാൻ വന്ന ചെന്നായുടെ ഒരു കൗശലത്തോടു കൂടി ഈ രംഗത്ത് കടന്നു കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ഉത്തര കൊറിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം, കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഭീകരനായ ഭരണാധികാരി, അദ്ദേഹം എങ്ങനെയാണ് തന്റെ രാജ്യത്തെ വരുമാനം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് മറ്റേതെങ്കിലും രാജ്യത്തിനാണെങ്കിൽ ഇൻഡസ്ട്രി ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളിലൂടെ വരുമാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ കൃഷിയുണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്, ആഗോള ബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ ഉത്തര കൊറിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര രാജ്യം, അത് കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ പോലെ ഭീകര രാജ്യം, ആ ഭീകര രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിലുള്ള സാങ്ഷനുകളെ, അതായത് ഉപരോധത്തെ അവർ നേരിട്ടുകൊണ്ടിരിക്കുക. അതായത് അമേരിക്കൻ ഉപരോധമുണ്ട്. മിക്കവാറും രാജ്യങ്ങളൊക്കെ കിം ജോങ് ഉന്നിനെതിരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു സാധനവും വിൽക്കാൻ വയ്യ, അവർ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇടപെടാൻ വയ്യ. പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം ജീവിക്കുന്നത്? വളരെ ക്രൂരവും കിരാതവുമായ രീതിയിലുള്ള ഭരണത്തിന്റെ കീഴിൽ അച്ചടക്കമുള്ള ഒരു ജനതയായി നിന്ന് അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അവരുടെ സാമ്പത്തിക വരുമാനം എന്താണ്? അവരുടെ സാമ്പത്തിക വരുമാനം പുറത്തു പറയാൻ കൊള്ളില്ല. സത്യം പറഞ്ഞാൽ കള്ളക്കടത്താണ്. സർക്കാർ നടത്തുന്നത് കള്ളക്കടത്താണ്. കിം ജോങ് ഉൻ പണം കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ വിറ്റിട്ടാണ്. ആയുധങ്ങൾ വിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. വിൽക്കണമെങ്കിൽ പരസ്യമായിട്ട് വിൽക്കണം. പക്ഷേ ഉത്തര കൊറിയയുടെ ഒരു ആയുധവും ഒരിടത്തും വിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് കള്ളക്കടത്ത് നടത്തുകയാണ്. അതായത് അറേബ്യൻ രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കിം ജോങ് ഉന്നിന്റെ ആയുധങ്ങൾ കള്ളക്കടത്തായിട്ട് എത്തുന്നുണ്ട്. ആഫ്രിക്കയിലെ വിമത ഗ്രൂപ്പുകൾ, അവിടുത്തെ തെമ്മാടി ഗ്രൂപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഇദ്ദേഹം ആയുധങ്ങൾ വിൽക്കുന്നുണ്ട്. നിയമപരമായിട്ട് കിം ജോങ് ഉന്നിന്റെ ആയുധങ്ങൾ വിൽക്കുന്നത് ഒറ്റ രാജ്യം മാത്രമേ ഉള്ളൂ, അത് റഷ്യയാണ്. അപ്പൊ റഷ്യയിലേക്ക് ആയുധ കയറ്റുമതി കിം ജോങ് ഉൻ നടത്തുന്നുണ്ട്. അത് ഓപ്പൺ ആയിട്ടാണ്. കാരണം റഷ്യക്ക് അമേരിക്കയെ പേടിയില്ല. അതുകൊണ്ട് അമേരിക്കയുടെ നിരോധനത്തെ പുല്ലുപോലെ വെച്ചുകൊണ്ട് റഷ്യ കൃത്യമായിട്ട് ഇവിടുന്ന് ആയുധങ്ങൾ മേടിക്കുന്നുണ്ട്. ഇനി കിം ജോങ് ഉന്നിന്റെ കയ്യില് ഉത്തര കൊറിയയിൽ എന്ത് ആയുധമാണ് ഉള്ളത്? ആയുധം അദ്ദേഹത്തിന് വിൽക്കാൻ കൊള്ളാവുന്ന ആയുധം എന്ന് പറയുന്നത് ദൂരപരിധി കുറഞ്ഞ തോക്കുകൾ, മോട്ടോറുകൾ, അതുപോലെ ഗ്രനേഡുകൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ഉള്ളത് ബാലിസ്റ്റിക് മിസൈലാണ്. ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ തീരെ മോശമല്ല. അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതുകൊണ്ട് ഉത്തര കൊറിയയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ഏത് കോണിലും ബോംബിടാൻ പറ്റുന്ന സാധനം വരെ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ അതങ്ങനെ വിറ്റഴിക്കാൻ കിം ജോങ് ഉന്നിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ കുറവാണ്. കാരണം ഒരുവിധം സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ വേണമല്ലോ ഇത് വാങ്ങാൻ. ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളോ അതല്ലെങ്കിൽ ചൈനയോ, ചൈനയ്ക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, മറ്റു രാജ്യങ്ങൾ, ഇപ്പൊ ബ്രസീല്, തെക്കേ അമേരിക്കയിലെ ബ്രസീലോ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വേണം ഇത് വാങ്ങാൻ. പക്ഷേ അമേരിക്കയുടെ കർശനമായ നിയന്ത്രണത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇത്തരം ആയുധങ്ങൾ വാങ്ങില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നത്? ഏറ്റവും ചെറിയ അളവിലുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ, ഗ്രനേഡുകൾ, ബോംബുകൾ, ദൂരപരിധി കുറഞ്ഞ 100 കിലോമീറ്റർ, 150 കിലോമീറ്റർ, മാക്സിമം പോയാൽ 200 കിലോമീറ്റർ വരെ പോകാൻ കഴിയുന്ന ചെറിയ റോക്കറ്റുകൾ, ഇതൊക്കെയാണ് കിം ജോങ് ഉൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ കൂടുതലും വിറ്റുപോകുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് മേടിക്കുന്നത് ഗവൺമെന്റ് അല്ല, അവിടുത്തെ സ്വകാര്യ സൈന്യങ്ങൾ, കള്ളക്കടത്തുകാർ, കൊള്ളക്കാർ, കടൽ കൊള്ളക്കാർ, അവരൊക്കെയാണ് മേടിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഹമാസ് പോലെയുള്ള, അപ്പൊ ഹമാസ് പോലെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാണ് ഇത് ഉത്തര കൊറിയയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഔപചാരികമായിട്ട് ആകെ റഷ്യയിലേക്ക് വിൽക്കുന്ന പൈസയും ഇങ്ങനെ കള്ളക്കടത്ത് നടത്തി കിട്ടുന്ന പൈസയും നേരിടുന്ന ഒരു വലിയ പ്രശ്നം, കിം ജോങ് ഉൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നം,
ഔദ്യോഗികമായി ഒരു യുദ്ധത്തിൽ ഉത്തര കൊറിയയുടെ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. ഈ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബുദ്ധിമാനായിട്ട് അദ്ദേഹം ഇപ്പൊ കളിക്കുന്നത്. ഞങ്ങൾ ഇടപെടാം, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ ആയുധം തരാം, ഞങ്ങളെ കൂടെ കൂട്ടൂ എന്ന് പറഞ്ഞാൽ ഇയാളുടെ കയ്യിലിരിക്കുന്ന സാധനം കളിപ്പാട്ടമല്ലെന്നും ഇത് പൊട്ടിച്ചാ പൊട്ടുമെന്നും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അവസരം കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കച്ചവടം നടക്കും. ഇത് മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയുടെ കാര്യം എടുത്താൽ മതി. കഴിഞ്ഞ തവണ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കും അതുപോലെയുള്ള കാര്യങ്ങളും ഇന്ത്യ ഉപയോഗിച്ച വളരെ കൃത്യമായൊരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട്. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന ഈ അടുത്ത കാലത്ത് നടന്ന യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യയുടെ വിമാനങ്ങൾ, ഇന്ത്യയുടെ റോക്കറ്റുകൾ, ഇന്ത്യയുടെ മിസൈലുകൾ, ഇന്ത്യയുടെ റഡാറുകൾ എന്ന് തുടങ്ങി ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചതും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് നവീകരിച്ചതുമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ഇന്ത്യ വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അതിൽ ഈ വെസ്റ്റേൺ ബംഗ്ലാർ ബോംബുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പുതുതായിട്ട് ഉപയോഗിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ പോലെയുള്ള വിമാനങ്ങളുണ്ട്. നമ്മളുടെ ചേതക് ഹെലികോപ്റ്റർ ഉണ്ട്. നമ്മുടെ ഭൂഖണ്ഡാന്തര മിസൈലുകളുണ്ട് എന്ന് തുടങ്ങി ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവൻ എത്രമാത്രം കൃത്യതയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്തു പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ. അതിനുശേഷം ഇന്ത്യൻ ആയുധങ്ങൾക്ക് വേണ്ടി 100-ലധികം രാജ്യങ്ങളാണ് ക്യൂ നിൽക്കുന്നത്. അമേരിക്ക വരെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങളും ആയുധങ്ങളുടെ സ്പെയർ പാർട്സുകളും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ലോകം മുഴുവൻ ആയുധ വിൽപ്പനയുടെ വലിയ മാർക്കറ്റ് തുറന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് കിം ജോങ് ഉന്നിന് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഇതുവരെ പ്രൂവൺ ആയിട്ടില്ല, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഗൾഫ് വാറിനിടയിൽ എവിടെയെങ്കിലും കുറെ ആയുധം വെച്ച് അത് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അത് പ്രൂവ് ചെയ്യപ്പെടും. അങ്ങനെ പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ആയുധ മാർക്കറ്റിലേക്ക് ഒരു എൻട്രി കിട്ടും. ഈ എൻട്രിയാണ് കിം ജോങ് ഉൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും ഉള്ള ഒരു രാജ്യതന്ത്രമോ ആ തരത്തിലുള്ള ഒരു നീക്കമോ അല്ല. യെസ്, കിം ജോങ് ഉന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ താരമാവുന്നത്. ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ അതിന് പിന്നിൽ ഒരു യുദ്ധക്കൊതി മാത്രമല്ല, കൃത്യമായ ഒരു ബിസിനസ് പ്ലാനിംഗ് കൂടിയാണ് കിം ജോങ് ഉൻ നടപ്പിലാക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം നമുക്കറിയാം, പലപ്പോഴായി ഉത്തര കൊറിയ പരീക്ഷിച്ചു, ഉത്തര കൊറിയയുടെ പരീക്ഷണം വിജയകരം എന്നൊക്കെ പറഞ്ഞ പല മിസൈലുകളും അവർ പരീക്ഷിച്ചതിന്റെയും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ലോകം ഇവരുടെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ കണ്ട് ഞെട്ടിയതാണ്. ഇത്തരത്തിൽ യുദ്ധക്കോപ്പുകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, ലോകരാജ്യങ്ങളിലുടനീളം വിറ്റഴിക്കാൻ കൂടി വേണ്ടിയാണ്. അങ്ങനെ വിറ്റഴിക്കപ്പെടണമെങ്കിൽ ഇതൊക്കെ ഫലവത്തായ അല്ലെങ്കിൽ അത്രയേറെ മറ്റൊരു ശത്രു രാജ്യത്തെ തീർക്കാൻ പോകുന്ന ആയുധങ്ങളാണ് എന്ന് വാങ്ങാൻ പോകുന്ന രാജ്യങ്ങൾക്ക് കൂടി മനസ്സിലാക്കണം. അത്തരത്തിലൊരു ബിസിനസ് പ്ലാനിംഗ് കൂടിയാണ് കിം ജോങ് ഉൻ ഈ ഒരു യുദ്ധത്തിനിടയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും സോഷ്യൽ മീഡിയകളിൽ യുദ്ധക്കൊതിയനായ കിം ജോങ് ഉന്നിന്റെ പലതരത്തിലുള്ള മീമുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.